ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ചൊരു ഹെവി വെയ്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന ലേഡീസിന് വേണ്ടിയിട്ടാണ്. കുറച്ച് തടി കൂടുതലുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബോഡി ഷേപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ച് തടി കൂടുതലാണെങ്കിൽ നമ്മൾ ഫാഷൻ സ്റ്റൈലിങ് ഇതിൻ്റെ ഒന്നും സൈഡിലേക്ക് അധികം പോകാൻ നിൽക്കില്ല, അല്ലെ? നോർമലായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫാഷൻ എന്ന് പറയുന്നത് എല്ലാ ബോഡി ടൈപ്പുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളത് എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റൈൽ ചെയ്യുന്നു, അത് എത്രമാത്രം നമ്മുടെ ബോഡിക്ക് മാച്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ചൊരു തടി കൂടിയിട്ടുള്ളവർക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഹെവി അപ്പർ ആംസ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കൈ കുറച്ച് തടി കൂടുതലുണ്ടെന്ന് തോന്നുന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്ലീവ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക, ആ സ്ലീവ്സ് കാരണം നമ്മുടെ കൈ കുറച്ച് തടി കുറഞ്ഞ് കാണിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഈ ഒരു നമ്മുടെ സ്ലീവ്സിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ നമ്മൾ ഏതൊരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു വലിയ വര എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒറ്റൊരു സിംഗിൾ ലൈൻ ഇട്ടിട്ട് ആ ലൈനിനെ നമ്മൾ വലുതാക്കി കാണിക്കണമെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ലൈൻ ഇട്ടാൽ മതി. അല്ല, ആ ഒരു വലിയ ലൈനിനെ നമുക്ക് വീണ്ടും ചെറുതാക്കിയിട്ടാണ് കാണിക്കണമെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു വലിയ വര വരച്ചാൽ മതി, അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമ്മുടെ കൈ നല്ല തടി തോന്നിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിന് മുകളിൽ വരുന്ന രീതിയിലുള്ള, മീൻസ് അതിനേക്കാളും വലുപ്പം തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആ കൈയിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതായിട്ടാണ് തോന്നുക. അപ്പോൾ ഇതാണ് ഓരോ സ്ലീവിൻ്റെ, മീൻസ് കുറച്ച് ഹെവി അപ്പർ ആംസ് ഉള്ളവർക്കൊക്കെ മീൻസ് ആ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കണം നമ്മൾ സ്ലീവ്സ് ഒക്കെ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്ലീവ് സ്റ്റൈലിംഗ് വന്നിട്ട് ബിഷപ്പ് സ്ലീവ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ കൈയിനെ വളരെ ചെറുതാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫുൾ ഒരു സ്റ്റൈല് വരുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു ബിഷപ്പ് സ്ലീവില് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ മോൾ ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് കാരണം നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആ ഒരു അപ്പർ ആംസിന്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം തടിയിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി വരുന്നത്. രണ്ടാമത്തെ നമ്മുടെ കാറ്റഗറി വന്നിട്ട് ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ സ്ലീവ്സ് വരുന്നത് ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു വിങ്സിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇങ്ങനെ കുറേ ആ ഒരു നമ്മുടെ സ്ലീവ്സ് ഇങ്ങനെ ആ ഒരു ഒഴുകി കിടക്കുന്നത് കാരണം നമ്മുടെ ആംസിൻ്റെ ആ ഒരു ഹെവിനെസ് നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി പറ്റില്ല. അടുത്ത നമ്മുടെ കാറ്റഗറി വന്നിട്ട് കേപ്പ് സ്ലീവ് ആണ്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മൊത്തമായിട്ട് ഇങ്ങനെ കവേർഡ് ആയിട്ട് കിടക്കുകയാണ്, അല്ലേ? അത് കാരണം തന്നെ നമ്മുടെ ആംസ് അവിടെ വിസിബിൾ ആയിട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് കവേർഡ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ആംസിൻ്റെ ആ ഒരു തടി അല്ലെങ്കിൽ ആ ഒരു ഹെവിനെസ് നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലല്ല വരുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനുമാണ്. ഹെവി ആംസ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇത് സ്യൂട്ട് ആവുകയും ചെയ്യുന്നതാണ്. നമ്മുടെ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡ്രസ്സിൻ്റെ ഒക്കെ സ്ലീവ്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലായിരിക്കും വരിക. അടുത്ത നമ്മുടെ കാറ്റഗറി വന്നിട്ട് റഫിൾഡ് സ്ലീവ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈ സ്ലീവ്സിനെ കുറിച്ചിട്ട് പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ റഫിൾഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു മെറ്റീരിയൽ നമ്മുടെ ആംസിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് തന്നെ നമ്മുടെ ആംസിനേക്കാളും തിക്കറും ഹെവിയറും ആയിട്ടാണ് ആ ഒരു സ്ലീവ്സ് കിടക്കുന്നത്. അത് കാരണം തന്നെ നമ്മുടെ ആംസിന് ആ ഒരു സ്ലീവ്സ് ചെറുതാക്കിയിട്ടാണ് പുറത്തേക്ക് കാണിക്കുന്നത്. അടുത്ത കാറ്റഗറി വന്നിട്ട് ബെൽ സ്ലീവ് ആണ്. ഇതിൻ്റെ ഒരു ഫുൾ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മുടെ അപ്പർ ആംസിന്റെ അടിക്കൊക്കെ നോർമൽ ഫിറ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് എൽബോയുടെ ഒരു ജോയിന്റിന്റെ ആ ഒരു സൈഡിൽ നിന്നാണ് അത് കുറച്ചൊരു ലൂസായിട്ട് പോകുന്നത്. ഇങ്ങനെ നല്ലൊരു ഫ്രീ ഫ്ലോയിങ് രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് ഫസ്റ്റ് തന്നെ പോകുന്നത് ആ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇങ്ങനെ കുറച്ചും കൂടി നമ്മുടെ കൈയിനേക്കാളും ഒരുപാട് മീൻസ് വിട്ട് കിടക്കുന്ന ഒരു സ്റ്റൈലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് സ്ലീവും നന്നായിട്ട് കുറച്ച് ഹെവി ആംസ് ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു സ്ലീവാണ്. അടുത്തത് വന്നിട്ട് ബലൂൺ സ്ലീവ്സ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ആംസിന്റെ ആ ഒരു ഹെവിനെസ് അവിടെ വിസിബിളേ അല്ല. ആ ഒരു ബലൂൺ സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ്സ് മാത്രമാണ് അവിടെ വിസിബിളായിട്ട് വരുന്നത്. സ്ലീവ്സ് നല്ലൊരു ഇങ്ങനെ ഹെവി ആയിട്ടാണ് ഇവിടെ കിടക്കുക. അപ്പം നമ്മുടെ ആംസ് അവിടെ വിസിബിളായിട്ട് വരുന്നേ ഇല്ല. അപ്പം ഇതും നന്നായിട്ട് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ലീവ് ഐഡിയ ആണ്.
അടുത്ത വന്നിട്ട് നമ്മൾ എല്ലാവരും എന്താ ട്രഡീഷണലി പണ്ട് തൊട്ടേ നമ്മൾ ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു സ്ലീവാണ് പഫ്ഡ് സ്ലീവ്സ് ആണ്. അപ്പോൾ ഈ പഫ്ഡ് സ്ലീവ്സ് കൂടുതലും എന്താ കൈ കുറച്ച് നല്ല തടിയുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ കൈ നന്നായിട്ട് മെലിഞ്ഞ രീതിയിലാണ് കാണിക്കുക. കാരണം ആ പഫ് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ആംസിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണല്ലോ വരുന്നത്. അത് കാരണം നമ്മുടെ കൈ എപ്പോഴും എന്താ മെലിഞ്ഞിട്ടാണ് തോന്നുന്നത്. അടുത്ത കാറ്റഗറി വന്നിട്ട് നമ്മുടെ അവസാനത്തെ കാറ്റഗറി വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് ലെഗ് ഓഫ് മട്ടൺ സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ലീവിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലിംഗ് സംഭവമാണ്. ഹെവി ആംസ് ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. എന്നാൽ നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്ലീവും കൂടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ലീവ് സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി വരുന്നത്. നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ ഞൊറിഞ്ഞ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ കൈയിൻ്റെ ആ ഒരു തടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇത്രയാണ്, ഒരു 8 കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. 8 ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് സ്ലീവ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്ന സ്ലീവ് സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഹെവി അപ്പർ ആംസ് ഉള്ളവരൊന്നും ഒരിക്കലും സ്ലീവ്സ് എപ്പോഴും നോർമലി ഇടാന്ന് വിചാരിച്ച് നിൽക്കരുത്. അതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ടേക്ക് ഇങ്ങനെയുള്ള യൂസ്ഫുൾ കണ്ടന്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് എത്തുന്നവരെ ടാറ്റാ.